ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് കൊച്ചിയിൽ തുടക്കമാവുകയാണ്. ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം 3000-ലധികം സംരംഭകർ ഉച്ചകോടിയുടെ ഭാഗമാകും. കേരളത്തിന്റെ മാറിയ വ്യവസായ മുഖം ഉച്ചകോടിയിൽ പ്രതിഫലിക്കുമെന്ന് മന്ത്രി പി രാജീവ് 24-നോട് പറഞ്ഞു. കേരളത്തിന്റെ ഒരു സ്വഭാവം മുഖം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 6000-ഓളം ഓൺലൈൻ അപേക്ഷകൾ വിത്ത് പ്രൊജക്ട് പ്രപ്പോസൽസ് വന്നിരുന്നു. നമ്മളൊരു 3000-നകത്ത് വെച്ച് നിയന്ത്രിക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിന്റെ വ്യവസായ യാത്രയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രഘട്ടമായി ഈ സമ്മിറ്റ് മാറും. ഫോക്കസ് ചെയ്യുന്നത് യാഥാർത്ഥ്യബോധമുള്ള നിക്ഷേപങ്ങളിലാണ്, റിയലിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലാണ്. അത് നമ്മുടെ കേരളത്തിന്റെ വ്യവസായ വളർച്ചയിലെ ഒരു നിർണായക ഘട്ടമായി തന്നെ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം ചേർന്നാണ് നടത്തേണ്ടത്. നേരത്തെ നിങ്ങളും ഞങ്ങളും എന്ന രീതിയിൽ സംഘടിപ്പിച്ച കാലത്തുനിന്ന് മാറി നമ്മൾ ഒന്നിച്ച് സംഘടിപ്പിക്കുന്ന ഒരു സമ്മിറ്റിലേക്ക് എത്തി. അതിന് ഞങ്ങൾ സംരംഭക സമൂഹത്തോട് പ്രധാനപ്പെട്ട ഒരു നന്ദി രേഖപ്പെടുത്താനായിട്ട് ഞാൻ ഉദ്ദേശിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്തും വിഷ്ണു സുരേഷും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ശ്രീകാന്തിലേക്കാണ്. ശ്രീകാന്ത്, ഈ മാറുന്ന കേരളത്തിന്റെ ഒരു മാറുന്ന വ്യവസായ മുഖം അത് ഉച്ചകോടിയിൽ പ്രതിഫലിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കവുമാണിത്. കൂടുതൽ നിക്ഷേപങ്ങളെ സ്വാഗതം ചെയ്യുക, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് ശ്രീകാന്ത്? വെരി ഗുഡ് മോർണിംഗ് റീജിത്ത്. ഞാനിന്ന് ഈ ഉച്ചകോടി നടക്കാൻ പോകുന്ന ആ ലുലു ബോൾഗാട്ടി കൺവെൻഷൻ സെന്ററിന് മുന്നിലാണ് നിൽക്കുന്നത്. അതേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും എത്ര ചടുലതയോടെയാണ് ഈ ഒരുക്കങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന്. അല്പസമയത്തിനകം ഇത് ഔദ്യോഗികമായി ഈ ചടങ്ങുകൾക്കെല്ലാം തന്നെ തുടക്കമാകും. ഏതാണ്ട് 3000-ലധികം പ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് റീജിത്ത് നമുക്ക് കിട്ടുന്ന വിവരം. യാഥാർത്ഥ്യമാകാൻ സാധ്യതയുള്ള സംരംഭക പദ്ധതികളാണ് അവതരിപ്പിക്കുന്നത് എന്ന് മന്ത്രിയും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി പി രാജീവും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി ഓൺലൈനായി പങ്കെടുക്കുന്നുണ്ട്. വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ഈ നൈപുണ്യ വികസന സംരംഭക വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രി ജയന്ത് ചൌധരി തുടങ്ങിയവർ ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇന്ന് പ്രഭാഷണം നടത്തും. UAE-യുടെ ധനമന്ത്രി അബ്ദുല്ല ബിൻ തൗക്ക് അൽ മാരി, ബഹ്റൈൻ വ്യവസായ മന്ത്രി, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ രാജ്യങ്ങളിലെ 4 രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഇതിലെ വിഷയങ്ങൾ 30 സെഷനുകളും ഏതാണ്ട് 200-ലേറെ പ്രഭാഷകരും ഇതിലുണ്ട് എന്നുള്ളതാണ് പുറത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. അതിൽ AI, തുറമുഖം, പരമ്പരാഗത വ്യവസായം, സുസ്ഥിര വികസനം, സമുദ്രോൽപാദനം, ഓട്ടോമോട്ടീവ്, റബ്ബർ, IT, ടൂറിസം തുടങ്ങിയ മേഖലകളിലെ സംരംഭക സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാണ്. അതായത് കേരളത്തിലെ നിക്ഷേപക രംഗത്ത് കേരളത്തിനുതകുന്ന രീതിയിൽ, കേരളത്തിന്റെ വികസന വളർച്ചയ്ക്കുതകുന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കും. അതോടൊപ്പം തന്നെ ഈ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഇനി ഇവിടെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും. കാരണം വിവിധ കമ്പനികൾ ഈ മേഖലകളിലൊക്കെ തന്നെ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യവസായ സാധ്യതയുള്ള വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യവസായികളും കമ്പനികളും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനോട് അനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരുന്നത്. വലിയ പ്രതീക്ഷ സംസ്ഥാനം വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതും. അല്പസമയത്തിനകം അതിന്റെ ഔദ്യോഗികമായ കേരളത്തിന്റെ വ്യാവസായിക വികസനത്തിന് കുതിപ്പേകുക, പുതിയ വ്യവസായ സംരംഭങ്ങളെ സ്വാഗതം ചെയ്യുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, കേരളത്തിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരിക എന്നതൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഉച്ചകോടി നടക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉച്ചകോടിയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, പി രാജീവ് 24-നോട് അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഒന്നിച്ച് നടത്തുന്ന, പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ ഇല്ല, ഒന്നിച്ച് നടത്തുന്ന, എല്ലാവരും ചേർന്ന് നടത്തുന്ന കേരളത്തിന് പുതിയൊരു മുഖം നൽകാൻ പര്യാപ്തമായ ഒരു ഉച്ചകോടി. എന്താണ് അദ്ദേഹം വിശദീകരിച്ചത് വിഷ്ണു? കേരളത്തിന്റെ വികസന വഴിയിൽ ചരിത്രമാകാൻ പോകുന്ന ഉച്ചകോടി എന്നുള്ളതാണ് സർക്കാരിന്റെയും മന്ത്രിയുടെയും വിലയിരുത്തൽ. അതായത് ഏകദേശം 26ഓളം രാജ്യങ്ങളിൽ നിന്നായുള്ള നിക്ഷേപകർ കേരളത്തിലേക്ക് എത്തുന്നു, ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല അവരുടെ പുതിയ സംരംഭങ്ങൾ അത് കേരളത്തിൽ എങ്ങനെ ഉൾപ്പെടുത്താം, കേരളത്തിൽ എങ്ങനെ ആരംഭിക്കാം, കേരളത്തിന് അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇടകലർത്താം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ടാകും. വളരെ പോസിറ്റീവായി സംസ്ഥാന സർക്കാർ ഇതിനെ കാണുന്നു എന്നുള്ളത് മാത്രമല്ല ഒരു ഭരണ പ്രതിപക്ഷ ഐക്യം ഈ ഉച്ചകോടിയിൽ
ഉച്ചകോടിയിൽ കാണാനാകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ കേരളത്തിലെ നിക്ഷേപ സൗഹൃദമാണോ കേരളം അതുമായി ബന്ധപ്പെട്ട് ഭരണ പ്രതിപക്ഷ തർക്കങ്ങളൊക്കെ നടക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് കേരളത്തിന്റെ വികസനത്തിനായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തുന്നു. അതങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇതൊരു ചരിത്ര സംഭവമായി കേരളത്തിന്റെ വ്യവസായ ഇടനാഴിയിലും അതോടൊപ്പം വികസന ഇടനാഴിയിലും ഒക്കെ ഒരു വലിയ ചരിത്രമായി മാറാൻ പോകുന്നു എന്നാണ് മന്ത്രി പി രാജീവിന്റെ വിലയിരുത്തൽ. ഒപ്പം യാഥാർത്ഥ്യമാകുന്ന പദ്ധതികൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ്. വെറുതെ കുറെ ഇൻവെസ്റ്റ്മെന്റുകൾ അങ്ങനെ പ്രഖ്യാപിച്ചു പോകുന്നതല്ല, കേരളത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്ന പദ്ധതികളായിരിക്കും ഞങ്ങൾ ഏറ്റെടുക്കുക. ഏകദേശം 6,000 നിക്ഷേപ അപേക്ഷകളാണ് വന്നത്. പക്ഷേ അതിൽ കേരളത്തിൽ തുടങ്ങുന്ന ഏകദേശം 3000-ഓളം നിക്ഷേപങ്ങളുടെ അപേക്ഷകളാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് അത് കേരളത്തിൽ ഏറ്റവും നിർണായകമായ വികസനത്തിന് വഴിവെക്കുമെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. ചരിത്രമാകും ഈ സബ്മിറ്റ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, നിക്ഷേപ ഉച്ചകോടി ചരിത്രമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ ഉള്ളത്. ശ്രീകാന്തും വിഷ്ണു സുരേഷും വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.